നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഒരു ഹിറ്റ്ലറെ പോലെയാണ് പെരുമാറുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അവിടെ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദബോസിനെ മാറ്റി തമിഴ്നാട് ഗവർണറായിരുന്ന RN രവിയെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. അതോടെ കലിപൂണ്ട മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും സമനില തെറ്റിയവരെ പോലെയാണ് പെരുമാറുന്നത്. അതിനുശേഷമാണ് രാഷ്ട്രപതി അവിടെ സന്ദർശനത്തെത്തുന്നു. രാഷ്ട്രപതിയെ സ്വീകരിക്കാനൊന്നും തന്നെ മമതാ ബാനർജിയോ ചീഫ് സെക്രട്ടറിയോ മറ്റ് മന്ത്രിമാരോ ആരും പോകുന്നില്ല. മേയർ മാത്രമാണ് വന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത്. മൊത്തത്തിൽ രാഷ്ട്രപതിയെ അപമാനിക്കുന്ന ഒരു സമീപനം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ വിഷമം കൊണ്ട് രാഷ്ട്രപതി തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നെ എന്തിനാണ് മമതാ ബാനർജി എന്നെ അടുത്ത് ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ദീദിയെ പോലെയാണ് കാണുന്നത്, ഞാനും ഒരു സ്ത്രീയാണ് എന്നൊക്കെ ഒരു വികാരപരിതയായാണ് രാഷ്ട്രപതി അന്ന് പറഞ്ഞത്. ഇത് വലിയ രീതിയിലൊരു രാഷ്ട്രീയ കോലിളക്കം തന്നെ സൃഷ്ടിച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ നരേന്ദ്രമോദി മമതാ ബാനർജിയെ വലിച്ചു കീറുന്ന തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണവുമായി എത്തി. നിങ്ങൾ ഒരു രാഷ്ട്രപതിയെയാണ് അപമാനിച്ചത്, ഇത് ജനങ്ങൾ മാപ്പ് നിങ്ങൾക്ക് തരില്ല എന്ന് നരേന്ദ്രമോദി പറയുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം ദ്രൗപദി മുർമു എന്ന് പറഞ്ഞാൽ നല്ലൊരു രാഷ്ട്രപതിയാണ്. കൂടാതെ കൊച്ചു കുട്ടികളെ കണ്ടാലും സാധാരണക്കാരെ കണ്ടാലും ഒക്കെ എല്ലാവരെയും തുല്യ പരിഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ ഒരു മൂല്യം അവിടെ ഇടിയുമോ എന്നൊരു ഒരു പൊസസീവ്നെസ് മമതാ ബാനർജിക്കുണ്ട്. അതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം. എന്നാലും മമതാ ബാനർജിയുടെ ഭരണത്തിൽ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നിലവിൽ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലേക്ക് സന്ദർശനം നടത്താനായിട്ട് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ മമതാ ബാനർജിയെയും തൃണമൂൽ നേതാക്കളെയും വലിച്ചു കീറി 4 കഷ്ണമായിട്ട് പശ്ചിമ ബംഗാളിലെ പല ഭാഗങ്ങളിലേക്കും വലിച്ചെറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തും. ജനങ്ങളെ തൃണമൂൽ കോൺഗ്രസിനെ എതിരാക്കിയിട്ട് അവിടെ ഒരു സ്ഫോടനം നടത്തിയിട്ടായിരിക്കും നരേന്ദ്രമോദി തിരിച്ച് ഡൽഹിയിലേക്ക് പോകുക. അത്രയ്ക്ക് രൂക്ഷമായ വാക്കുകളായിരിക്കും നരേന്ദ്രമോദി വായിൽ നിന്നും തൊടുത്തി വിടുക എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ വിരളി പിടിച്ച് ഈ പ്രോഗ്രാം എങ്ങനെയെങ്കിലുമൊക്കെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ത് ചെയ്തു? വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. അതായത് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ അവിടെ സ്റ്റേജ് അലങ്കരിക്കുന്ന പരിപാടി നടക്കുന്നു, അവിടെ ഒരു റാലിയൊക്കെ നടത്തുന്നു. ഇതിലേക്ക് തൃണമൂൽ നേതാക്കൾ കല്ലുകളും അസഭ്യ വർഷങ്ങളും ചുടുകട്ടകളും ഉൾപ്പെടെയുള്ള എന്തൊക്കെ വലിച്ചെറിയാൻ പറ്റുമോ അതെല്ലാം തന്നെ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്ന സമയത്ത് ഹൈ പവർ സെക്യൂരിറ്റി, അതായത് ത്രിതല സുരക്ഷാ സംവിധാനമാണ് പശ്ചിമ ബംഗാളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിലേക്ക് SBG ഉദ്യോഗസ്ഥർ, അതായത് മോദിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നു. 4-5 തൃണമൂൽ നേതാക്കളെ അവർ തന്നെ കസ്റ്റഡിയിലേക്ക് എടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് പോകുന്നു. അതായത് പ്രധാനമന്ത്രിയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുതി കൂട്ടി തൃണമൂൽ നേതാക്കൾ വലിയ രീതിയിലുള്ള ആയുധങ്ങളും ഉൾപ്പെടെയായിട്ട് ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമായി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ SBG ഉദ്യോഗസ്ഥർ തൃണമൂൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പുറത്തേക്ക് കൊണ്ടുപോയത്. അത് മമതയുടെ അറിവോട് കൂടിയാണ് എന്ന് തൃണമൂൽ നേതാക്കൾ തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് അടുത്ത സ്റ്റെപ്പ് മമതയെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് SBG ഉദ്യോഗസ്ഥർ പോകും. അതിന് ഏതൊക്കെ നേതാക്കൾ ഇടപെട്ടാലും ശരി തന്നെ, ഇനിയിപ്പോൾ അമിത്ഷാ വന്ന് പറഞ്ഞാലും ശരി തന്നെ, വേറെ ആര് വന്ന് പറഞ്ഞാലും SBG ഉദ്യോഗസ്ഥർ കേൾക്കില്ല. കാരണം നരേന്ദ്രമോദിയുടെ ദേഹത്തൊരു പോറൽ പോലും ഏറ്റു കഴിഞ്ഞാൽ ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യില്ല. SBG ഉദ്യോഗസ്ഥർ സ്പോട്ടിൽ വെടിവയ്ക്കും. ഇതാണ് സംഭവിക്കുന്നത്. ആ ഒരു വെടി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഒരു അനിഷ്ട സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് തൃണമൂൽ നേതാക്കളെ അടക്കം SBG ഇപ്പോൾ തൂക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്.